വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും കൂടുതൽ ട്രോളുകൾ നിറയുന്ന ഇന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബിസിനസ്സുകാരൻ. ഗോൾഡ് ബിസിനസ്സിലൂടെ തുടങ്ങി ഇന്ന് ലോകമെമ്പാടും അറിയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് ഒറ്റയ്ക്ക് വളർത്തിയെടുത്ത ഒരു മനുഷ്യൻ എന്നതിലുപരി ഇന്ന് അദ്ദേഹം എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കുറ്റവാളി കൂടിയാണ്. കൊലക്കുറ്റം ചെയ്തിട്ടില്ലെങ്കിലും സ്ത്രീയെ പരസ്യമായി തന്നെ അപമാനിക്കുന്ന രീതിയിൽ പരാമർശം നടത്തി അല്ലെങ്കിൽ ദ്വയാർത്ഥപരമായ പരാമർശം നടത്തി എന്നതായാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത. മലയാളത്തിലെ ഒരു പ്രശസ്തനായ നടി തന്നെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പരാതിക്ക് അടിസ്ഥാനമായി ഒരു നരമ്പരെന്ന് ചിത്രീകരിച്ചിരിക്കുന്ന ഈ ബോബി ചെമ്മണ്ണൂർ ശരിക്കും ആരാണ്? അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്. അദ്ദേഹം നല്ല സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു വശം കൂടി എല്ലാവരും അറിഞ്ഞേ മതിയാകൂ എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരാളാണ് ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹം ഒരുപാട് പേര് ഇതുപോലെ ദ്വയാർത്ഥപരമായ രീതിയിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നയുടെ സ്നേഹനിധിയായ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹത്തിന്റെ മകളുടെ പേരാണ് അന്ന. നടനായ മരുമകൻ തൊട്ട് പിന്നാലെ കൂടെ തന്നെയുണ്ട്. എല്ലാം പൊന്നാക്കി മാറ്റിയ മനുഷ്യൻ എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് വിവരിക്കുന്നതും എല്ലാം പറയാം. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തി എന്നാണ് ബോബി ചെമ്മണ്ണൂർ അറിയപ്പെടുന്നത്. ചെമ്മണ്ണൂർ ദേവസിക്കുട്ടി ബോബി, അതാണ് ശരിക്കുമുള്ള ബോബി ചെമ്മണ്ണൂറിന്റെ യഥാർത്ഥ പേര്. എത്തപ്പെട്ട മേഖലകളെല്ലാം പൊന്നു വിളയിച്ച താരം എന്ന് പോലും പറയുന്നു. സിനിമയിൽ പോലും ഒരു കൈ നോക്കിയ ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറ്റവാളി എന്ന രീതിയിൽ ഉപരി നിരവധി പേർക്ക് പറയാൻ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഭൂരിഭാഗം പേരും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ. അതുപോലെ അദ്ദേഹം ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണെന്നും അദ്ദേഹം ഒരുപാട് പേർക്ക് ശമ്പളം നൽകുന്ന വ്യക്തിയാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഉപദ്രവിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആലോചിക്കണമെന്ന് പോലും ഇപ്പോൾ നിരവധി പേർ പറയുന്നുണ്ട്. ഇതിനടിസ്ഥാനമായി തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെയായി മാറുകയാണ് ഇത് എന്ന് പറയാം. അക്ഷരാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരിനുള്ള പിന്തുണ തന്നെയാണ് നൽകുന്നത് എല്ലാവരും. ആ പിന്തുണ നൽകുന്നവരെല്ലാവരും മനസ്സിൽ കാണുന്ന ചിത്രവും ഇത് തന്നെയാണ്. ബോജയ്ക്ക് മാത്രമല്ല കുടുംബത്തിന് മുഴുവൻ വലിയ സ്വീകരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തോടെയാകാം സോഷ്യൽ മീഡിയയിൽ കുടുംബം കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത്. ഏകമകൾ അന്നയെ സ്വന്തമാക്കിയത് നടനും സംവിധായകനുമായ സാം സിബിനാണ്. ക്വീൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ ബോച്ചയുടെ മരുമകൻ തിളങ്ങിയിട്ടുണ്ട്. മകളുടെ പ്രണയം വീട്ടിൽ പറഞ്ഞപ്പോൾ നിറഞ്ഞ മനസ്സോടെയാണ് ആ വിവാഹം അദ്ദേഹം നടത്തിക്കൊടുത്തത്. 1863 മുതൽ ജ്വല്ലറി ബിസിനസ്സിലേക്ക് തിരിഞ്ഞ കുടുംബമായിരുന്നു ബോച്ചയുടേതും. പിന്നീട് അദ്ദേഹം വൈകാതെ മേഖലകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സിനിമാ നിർമ്മാണ മേഖലയിലേക്കും അദ്ദേഹം ചുവടുവെച്ചിരുന്നു. ബോച്ചെ സിനിമാനിയ എന്ന പേരിലായിരുന്നു നിർമ്മാണ കമ്പനി. കേരളത്തിൽ ആദ്യ റോൾസ് റോയസ് ഫാന്റം ടാക്സി ഇറക്കിയതും ബോച്ചെ തന്നെയായിരുന്നു. ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ വാഹനമുള്ളത്. ഈ ലക്ഷറി ടാക്സിയുടെ സേവനത്തിന് 25,000 രൂപ ദിവസ വാടക നൽകണമെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പലരും വിവാഹങ്ങൾക്കും പല ആവശ്യങ്ങൾക്കുമായി ഇത് റെന്റിലെടുത്തിട്ടുമുണ്ട്.